ഇത് ചരിച്ച് വയ്ക്കാം. അപ്പോൾ എണ്ണ ഒക്കെ ഊറി പോരുമല്ലോ. വേണ്ട എണ്ണ വരണം. കരിയേപ്പില ഇട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ മുളക് ചട്ടണി. ആദ്യം നമുക്ക് തേങ്ങ എണ്ണയിൽ വറുത്തെടുക്കാം. ഇത് ചരിച്ച് വയ്ക്കാം. അപ്പോൾ എണ്ണ ഒക്കെ ഊറി പോരുമല്ലോ. വേണ്ട എണ്ണ വരണം. തേങ്ങ വറുത്ത ചീനച്ചട്ടിയിൽ തന്നെ ഇനി തക്കാളിയും സവാളയും വഴറ്റാൻ പോകുന്നു. സവാള വഴന്നിട്ടുണ്ട്. ഇനി അടുത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. വറുത്ത് വെച്ച മുളകും തേങ്ങയും എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. ഇനി കടുക്, 1 സ്പൂൺ ഉഴുന്നും പരിപ്പ്, വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. കരിയേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച് അത് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ മുളക് ചട്ടണി ശരിയായിട്ടുണ്ട്. തണുക്കാൻ കോരി വയ്ക്കാം.